സൂക്ഷിച്ചെടുക്കണം രഘുവേട്ട. എന്തെങ്കിലും ഒരു മാർഗം തന്റെ മനസ്സിൽ തെളിയുന്നുണ്ടോ? ഉണ്ട് രഘുവേട്ട. ഞാൻ പറഞ്ഞത് തെറ്റാണ് രഘുവേട്ട. ഏയ്, ഒരിക്കലും അല്ലടൂ. നമുക്ക് അടിമകളായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. വീണെടുത്തുനിന്ന് പിടിച്ച് കയറിയില്ലേ പറ്റൂ. ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണെന്ന് അറിഞ്ഞൂടാ. മനസ്സിലൊരു ആശ്വാസത്തിന്റെ കാറ്റ് വീശുന്നത് പോലെ. അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന രാവിലെ എഴുന്നേക്കുമെന്ന് പോലും തീർച്ചയില്ലാത്തൊരവസ്ഥയിലായിരുന്നു രഘുവേട്ട. പണ്ടും അതെ. എന്റെ ചുമതലകളിൽ നിന്നും എന്റെ ശ്രദ്ധ പോവാതിരിക്കാൻ താനൊന്നും എന്നോട് പറയാറില്ല. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും ഒന്ന് പറയാമായിരുന്നില്ലേ സുജാതെ? അത് പോട്ടെ രഘുവേട്ട. എത്രയും പെട്ടെന്ന് രഘുവേട്ടൻ ഇങ്ങോട്ട് വരാൻ നോക്ക്. എന്റെ അടുത്തുണ്ടായാ മതി. എനിക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം. ശരി, എങ്കിൽ താൻ കിടന്നു. വിശദമായിട്ട് നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. കൂട്ടുകാരനെ യാത്രയാക്കിയിട്ട് രഘുവേട്ടൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? അതുകൂടെ ഓർത്ത് താൻ ടെൻഷനാവാൻ നിൽക്കണ്ട. ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, അങ്കിള് വന്നതുകൊണ്ട് നമ്മുടെ അവസ്ഥയ്ക്ക് എന്ത് മാറ്റം ഉണ്ടാവാൻ പോകുന്നത്? ഇത്രയും ദിവസം ഇവിടുത്തെ പ്രശ്നങ്ങളുടെ ആഴമൊന്നും ഞാൻ രഘുവേട്ടനോട് പറഞ്ഞിരുന്നില്ല. ഇന്നലെ ഞാൻ എല്ലാം പറഞ്ഞു. പാലക്കാടുള്ള നമ്മുടെ വീടും പറമ്പുമില്ലേ രാമകൃഷ്ണേട്ടാ? അന്ന് നമ്മൾ അവിടെ നിന്ന് വിട്ടു പോന്നെങ്കിലും ആ വീടവിടെ ബാക്കിയുണ്ട്. അത് വിറ്റാൽ നല്ലൊരു തുക കിട്ടും. കമ്പനിയിൽ ഇന്ന് വരെ വന്ന ബാധ്യതകളൊക്കെ തീർക്കാം. എന്നാലും എന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് കുറച്ച് കാശ് മിച്ചം കാണും. കടം തീർന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കെല്ലാവർക്കും കൂടി പണിക്കിറങ്ങാലോ. പിന്നത്തെ തവണകൾ അടയ്ക്കാൻ അതുകൊണ്ട് പറ്റില്ല ഹരി. ആന്റി എന്തൊക്കെയായി ചിന്തിക്കുന്നത്? നഷ്ടപ്പെടുത്തലുകൾക്ക് മേലെ ഇനി ഒന്നും വേണ്ട. ഇപ്പൊ ഒരു സമാധാനമുണ്ട്. അമ്മാവനും ഞാനും കൂടി അധ്വാനിച്ച് കൂട്ടിയതല്ലേ നഷ്ടപ്പെട്ടുള്ളൂ. ഇനി എന്നെ കൊണ്ട് വേറൊരു ഭാരം കൂടി ചുമക്കാൻ വയ്യ. ഓ, അങ്ങനെ വേർതിരിവൊക്കെ ഉണ്ടോ നിന്റെ മനസ്സില്? അമ്മയുടെ സ്ഥാനത്താണ് എന്നെ കാണുന്നതെന്നല്ലേ നീ പറഞ്ഞത്? അതൊക്കെ കളവായിരുന്നു. അല്ല ആന്റി, വേറെ എന്ത് മാർഗമുള്ളത് ഹരി? ഇന്നോ നാളെയോ അവൻ അവന്റെ കമ്പനി തീരുമാനങ്ങളുമായിട്ട് വരും. അവന്റെ മുൻപിൽ തല കുനിച്ച് നടുവളച്ച് നിന്ന് കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. അവന്റെ മുൻപിൽ നീയും നിന്റെ കൂടെ ജീവിക്കുന്നവരൊക്കെയാ ഇപ്പൊ ശത്രുക്കള്. ഇനിയും അവൻ നിങ്ങളെ തോൽപ്പിച്ച ഇത്രയും കാലം ഞാൻ പിടിച്ചു നിന്നതൊക്കെ വെറുതെ ആവില്ലേ? രാമകൃഷ്ണേട്ടാ, ഇതല്ലാതെ വേറെ എന്ത് മാർഗം ഉള്ളത് നമ്മുടെ മുൻപില്? അത് സുജാത, ഇവനെ ഇങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ വിഷമം സുജാതയ്ക്ക് മനസ്സിലാവില്ലേ? എനിക്ക് ഈ കാര്യത്തിൽ കണക്ക് പറയാനൊന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോ രഘുവേട്ടന്റെ പേരിൽ കിടക്കുന്ന പ്രോപ്പർട്ടി വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ മോൾക്ക് സ്ത്രീധനമായിട്ടൊന്നും തന്നില്ലല്ലോ. ആ വകയിൽ ഞങ്ങൾ തരുന്നതാണെന്ന് കരുതിയാൽ മതി.
എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? ഒന്നുമില്ലമ്മേ, നടയിൽ വന്നു നിന്നപ്പോ എല്ലാം ഒന്ന് ഓർത്തുപോയി. കരയാൻ വേണ്ടിയല്ല, അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. മോനെ, എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? ഒന്നുമില്ല. ഉണ്ട്. എല്ലാത്തിനും നീയാണ് കാരണക്കാരനെന്നൊരു കുറ്റബോധം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. അതങ്ങ് മാറ്റിവെച്ചേക്കാം. ആന്റി, രക്ഷപ്പെടാനാവാത്തൊരു കുഴിയില ഞാനിപ്പോ കിടക്കുന്നത്. എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും മുതലിറക്കിയ അത് നഷ്ടപ്പെടും. ആന്റി, ആ, എങ്ങത്താ? ഈ തോന്നലും പേടിയൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ രഘുവേട്ടന്റെ ഒരു വെളിയില്, ഒരു തീരുമാനത്തിൽ അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് പോയി. ഇപ്പൊ മനസ്സിലെന്താണെന്നറിയോ? എല്ലാവരെയും നേരിട്ട് നിന്ന് തോൽപ്പിക്കണമെന്നൊരു തോന്നല. നീയും ആ ചിന്തയിലേക്ക് തന്നെ എത്തണം. ഞാൻ ശ്രമിക്കാം ആന്റി. പ്രസാദം വാങ്ങിച്ചിട്ട് മടങ്ങിയാൽ മതി. നമുക്ക് തൽക്കാലം അവിടെ ചെന്നിരിക്കാം. ആ